ഹലോ ഗൈസ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ വാച്ചിസ് വേൾഡ്. ഇന്നിപ്പോൾ ഞാനൊരു റെസിപ്പി വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. നമ്മുടെ അങ്കമാലി മാങ്ങാക്കറിയുടെ റെസിപ്പി ആയിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത്. കുറച്ച് മുന്നേ ട്രെൻഡിങ് ആയിരുന്ന നമ്മുടെ അങ്കമാലി മാങ്ങാക്കറിയില്ലേ, ആ റെസിപ്പി ആട്ടോ ഇന്ന് ഞാൻ കാണിക്കുന്നത്. കുറച്ച് മുന്നേ ഇപ്പോഴും ഇത് ട്രെൻഡിങ് തന്നെയാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അങ്കമാലി മാങ്ങാക്കറി ആട്ടോ ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത്. ഇത് ഞാൻ കുറച്ച് മുന്നേ എടുത്ത് വെച്ചിട്ടുള്ളൊരു വീഡിയോ ആയിരുന്നു. വേറെ വ്ളോഗ്സ് അപ്ലോഡ് ചെയ്യാനുള്ളത് കൊണ്ട് ഇത് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മളിന്ന് ടേസ്റ്റി ആയിട്ടുള്ള അങ്കമാലി മാങ്ങാക്കറി എങ്ങനെയാണ് റെഡിയാക്കി എടുക്കുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ ഒരുപാട് പേര് അങ്കമാലി മാങ്ങാക്കറിയുടെ റെസിപ്പി ചെയ്തിട്ടുണ്ട്, പക്ഷെ പലരും പല ടൈപ്പിലാണല്ലോ ചെയ്യുക. അപ്പോൾ ഞാൻ ചെയ്യുന്ന രീതി ആട്ടോ ഇന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കാണാം. അതുപോലെ കണ്ടിട്ട് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ഫ്രണ്ട്സൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോയാലോ. അപ്പോൾ നമ്മൾ അങ്കമാലി മാങ്ങാക്കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു മാങ്ങ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഇന്ന മാങ്ങ വെച്ചിട്ട് തന്നെ കറി ഉണ്ടാക്കാറില്ല. ഞാൻ കുഴപ്പമില്ലാത്ത നല്ല മാങ്ങ കിട്ടുന്ന സമയത്തൊക്കെ ഞാൻ കറി ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ ഇന്ന് ഞാനൊരു മാങ്ങ വെച്ചിട്ടാണ് കേട്ടോ ഈ കറി റെഡിയാക്കി വെക്കുന്നത്. അതിൽ ഞാനിവിടെ ഒരു മാങ്ങ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ മാങ്ങ തൊലിയൊക്കെ കളഞ്ഞ് കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതുപോലെ ചെറിയ പീസാക്കിയിട്ടാട്ടോ നമ്മളത് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അതിലോട്ട് കുറച്ച് ഉപ്പും അതുപോലെ കുറച്ച് മഞ്ഞളും പിന്നെ കുറച്ച് വിനീഗറും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കതവിടെ മാറ്റി വെക്കാം. ഇനി നമുക്കിതേപോലെ ഒരു മൺചട്ടിയോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും കട്ടിയുള്ളൊരു പാത്രം എടുത്തിട്ട് അതിലോട്ട് നമുക്ക് ഒരു സവാള കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കാം. ഇനി അതിലോട്ട് ചെറിയ കഷ്ണം ഇഞ്ചി നീളത്തിൽ അരിഞ്ഞിട്ട് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലോട്ട് അടുത്തതായിട്ട് 4 പച്ചമുളക് നടുകീറി ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു തണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കാം. പിന്നെ 1 ടീസ്പൂൺ മുളക് പൊടി, പിന്നെ 2 ടീസ്പൂൺ മല്ലിപ്പൊടി, പിന്നെ നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ കൂടി ഒഴിച്ചിട്ട് നന്നായിട്ട് കൈ കൊണ്ടൊന്ന് തിരുമ്പി കൊടുക്കാം. കൈ കൊണ്ട് നമ്മൾ നല്ലോണം ഞെരടിയിട്ട് വേണം ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാൻ. അപ്പോൾ നമ്മൾ ഈ മിക്സ് ചെയ്യുന്നതിലാണ് ഇതിൻ്റെ ടേസ്റ്റ് കൂടുതലായിട്ട് ഇരിക്കുന്നത്. അപ്പോൾ തന്നെ നമുക്ക് നല്ലൊരു മണം വരും കേട്ടോ ഇത് മിക്സ് ചെയ്യുന്ന ടൈമിൽ തന്നെ. അപ്പോൾ നല്ലോണം കൈ കൊണ്ടൊക്കെ ഞാൻ നന്നായിട്ട് തിരുമ്പി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമ്മൾ നേരത്തെ കട്ട് ചെയ്തിട്ട് മാറ്റി വെച്ചിട്ടുള്ള മാങ്ങയുടെ മിക്സിൽ അത് നമുക്ക് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലോട്ട് 2ാം പാല് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു മുറി തേങ്ങ 1.5 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് അരച്ചെടുത്തിട്ടുള്ള തേങ്ങാപ്പാലാണ് ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത്. ഇതിപ്പോൾ നമ്മൾ ചേർത്തിട്ടുള്ളത് 2ാം പാലാട്ടോ. അപ്പോൾ അതാണ് ഞാൻ ഇപ്പോൾ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കിനി ഇത് അടുപ്പത്തോട്ട് വെച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ ഈ 2ാം പാലിൽ മാങ്ങ നന്നായിട്ട് കുക്കായി കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിലോട്ട് 1ാം പാൽ ചേർത്ത് കൊടുക്കാം. നമ്മൾ അരമുറി തേങ്ങ ചിരകിയിൽ 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടാണ് നമ്മൾ 1ാം പാൽ റെഡിയാക്കി എടുത്തിട്ടുള്ളത്. അതിനി നമുക്ക് ഇതിലോട്ട് ഒഴിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ 1ാം പാൽ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൽ ഉപ്പ് കുറവാണ് തോന്നണമെങ്കിൽ നമുക്ക് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഈ കറി നമുക്ക് താളിച്ചെടുക്കാം. അപ്പോൾ നമ്മളൊരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് അതിലോട്ട് നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ഇതിലോട്ട് കുറച്ച് കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇതിന് വെളിച്ചെണ്ണ മാത്രമായിട്ട് യൂസ് ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ ഇനി നമ്മുടെ വെളിച്ചെണ്ണയിലോട്ട് തന്നെ കടുക് പൊട്ടി വരുമ്പോൾ അതിലോട്ട് ചെറിയ ഉള്ളി ചെറുതായി അരിഞ്ഞത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ചെറിയ ഉള്ളി മൂത്ത് വരുമ്പോൾ അതിലോട്ട് ഞാൻ 5 വറ്റൽമുളക് കട്ട് ചെയ്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലോട്ട് 2 തണ്ട് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. അപ്പോൾ നമുക്ക് താളിപ്പിനുള്ളതൊക്കെ മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് നേരെ കറിയിലോട്ട് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ കറിയിലോട്ട് നമ്മൾ താളിപ്പ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ അങ്കമാലി മാങ്ങാക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ഒരു വട്ടയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഒരു വട്ടയിലും ട്രൈ ചെയ്ത് നോക്കേണ്ട ഒരു അടിപൊളി റെസിപ്പി കേട്ടോ. നമ്മുടെ സുരാജേട്ടനൊക്കെ ഒരു വീഡിയോയിൽ പറയുന്നുണ്ട് അങ്കമാലി മാങ്ങാക്കറിയുടെ
ടേസ്റ്റിനെ കുറിച്ചിട്ടൊക്കെ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ അത്രയും ടേസ്റ്റ് ആയിട്ടുള്ളൊരു കറിയാണ്. അപ്പോൾ നമ്മുടെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്ന ഫ്രണ്ട്സൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യും. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.